ഇന്നൊരു സൺഡേ ആണ്. രാവിലെ തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ എഴുന്നേൽക്കാനും നല്ല മടിയായിരുന്നു. അപ്പോൾ നല്ല ലേറ്റായി എണീക്കാനായിട്ട്. അല്ലെങ്കിലും സൺഡേ കുറച്ച് വൈകിയാണ് എഴുന്നേൽക്കുള്ളൂ. കാരണം ഒരു വീക്ക് നമ്മൾ പിള്ളേരെ സ്കൂളിലൊക്കെ വിടാനായിട്ട് നേരത്തെയൊക്കെ എണീക്കണോണ്ട് സൺഡേ നേരത്തെ എഴുന്നേൽക്കാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, ചായ മാത്രം വെച്ചു. അത് കഴിഞ്ഞ് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായി. മിക്ക സൺഡേയ്സും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല, അപ്പോൾ അത് പുറത്തുനിന്നാണ് വാങ്ങാറ്. അപ്പോൾ ഇന്ന് വാങ്ങിയത് അപ്പവും സാമ്പാറാണ് കിട്ടിയത്. കടലക്കറിയൊക്കെ തീർന്നു പോയി, ലേറ്റായിപ്പോയി. അപ്പോൾ സാമ്പാറും പിന്നെ 2 വട ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് പോയി ഇരിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ മൂത്ത ആൾ എൻ്റെ വീട്ടിൽ പോയേക്കാം. അപ്പം ഇളയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ടൊന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് ഞാൻ റൂമിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഈ അലക്കാനുള്ള തുണികളൊക്കെ ഈ ബാസ്ക്കറ്റിലാണ് ഇടാറ്. പിന്നെ തുണിയൊക്കെ ഒരുപാട് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ നിർത്തി അച്ചൂട്ടൻ എൻ്റെ കൂടെ തുണി മടക്കാനായിട്ട് പോകുന്നുണ്ട്. ആൾ ഇങ്ങനെയൊക്കെ സഹായിച്ചു തരും കേട്ടോ. അപ്പോൾ അവനെങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണ്ടെന്ന് പറയാറില്ല. കാരണം ആൺകുട്ടികൾ ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ കുളിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ കുളിപ്പിക്കാൻ നേരത്തെ നഖമൊക്കെ നല്ലോണം വളർന്നുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് കുളിപ്പിച്ചു. പിന്നെ കുട്ടികളുടെയൊക്കെ ഇന്നേഴ്സ് ഞാൻ ഈ ഒരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായി. ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലാണ് മടക്കി മടക്കി വെക്കാറ്. കുഞ്ഞിതാണല്ലോ, അപ്പോൾ എടുക്കാനും സുഖമാണ്. ഇത് 4 എണ്ണത്തിൻ്റെ പാക്കാണ്. തുണി വയ്ക്കാൻ മാത്രമല്ല, നമ്മൾ കമ്മലും മാലയും ഒക്കെ ഇട്ട് വയ്ക്കാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബെഡൊന്ന് തട്ടി കുറഞ്ഞു വിരിച്ചിട്ടുണ്ട്. അപ്പോൾ കബോർഡൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തു. നല്ലോണം പൊടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സാധനങ്ങൾ മാത്രം വെക്കാനായിട്ട് ഞാൻ ഒരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നത് ഇത് വാങ്ങിയത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല 2 ഡ്രോയറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓരോ കള്ളികളും ഉണ്ട്. അപ്പോൾ ഓരോ കള്ളികളിലും നമുക്ക് നമ്മുടെ ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ അത് ഒരുമിച്ച് എടുത്ത് അടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഓർഗനൈസർ. ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഒക്കെ വൃത്തിയാക്കി വെച്ചു. റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ ഒരു മെയിനായിട്ട് നമ്മൾ ക്ലീനിങ് ആണ് വരിക. അപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു ഫിലിമിന് പോയി. സിനിമാസിലാട്ടോ പോയത്. അപ്പം മൂത്ത ആളും എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായി. അപ്പം എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയി. അപ്പോൾ ഉയർന്നു വന്ന സിനിമയാട്ടോ കണ്ടേ. ഇനി കോമഡിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല കണ്ടിരിക്കാം. ഇത്തിരി ലാഗുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. എല്ലാവരുടെയും വീക്കെൻഡൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ബൈ.